ഗൂഗിൾ പേ, ഫോൺ പേ പോലെ UPI ഇടപാട് നടത്തുന്നവർ ഓരോ ദിവസത്തെയും ട്രാൻസാക്ഷൻ പരിധി മനസ്സിലാക്കി വെക്കുക. ഇല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബ്ലോക്ക് ആകാനും അടുത്ത പണമിടപാട് നടത്താൻ ഒരു ദിവസം വരെ വെയിറ്റ് ചെയ്യേണ്ടിയും വന്നേക്കാം. ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, വെൽക്കം ടു സുരേഷം ചാനൽ. നമ്മളൊക്കെ ഈ കാലത്ത് എന്തിനും ഏതിനും പണമിടപാട് നടത്താൻ വേണ്ടിയിട്ട് ഗൂഗിൾ പേ, ഫോൺ പേ, ആമസോൺ പേ പോലെയുള്ള UPI ആണല്ലോ ചെയ്യുന്നത്. എന്നാൽ ഇതിന്റെ ട്രാൻസാക്ഷൻ പരിധിയെ പറ്റിയിട്ടുള്ള ധാരണയുണ്ടോ? റിസർവ് ബാങ്ക് നിർദ്ദേശിച്ച പ്രകാരം ഓൺലൈനായിട്ട് പണമിടപാട് നടത്തുമ്പോൾ ഓരോ ബാങ്കിനും അതിൻ്റെതായ പരിധിയുണ്ട്. നിലവിൽ എല്ലാ UPI ആപ്പുകളിലെയും പ്രതിദിന ഇടപാട് പരമാവധി 1 ലക്ഷം രൂപ വരെയാണ്. അതായത് പരമാവധി 1 ലക്ഷം രൂപ മാത്രമല്ല, മാക്സിമം 20 തവണ ട്രാൻസാക്ഷൻ ഇടപാടുകളാണ് ഗൂഗിൾ പേയിൽ നടത്താൻ പറ്റുക ഒരു ദിവസം. 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 20 തവണ ട്രാൻസാക്ഷൻ എന്ന പരിധി പൂർത്തിയായി കഴിഞ്ഞാൽ ഗൂഗിൾ പേ വഴി പണം അയക്കാൻ വീണ്ടും 24 മണിക്കൂർ കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണേ. മാത്രമല്ല, ഗൂഗിൾ പേ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ട്രാൻസാക്ഷൻ മിനിമം 50 രൂപ ആയിരിക്കണം. പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആദ്യത്തെ 24 മണിക്കൂറിൽ പരമാവധി 5000 രൂപ വരെ മാത്രമേ പണമിടപാട് നടത്താൻ പറ്റുകയുള്ളൂ. ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് ഫോൺ പേയുടെയും കണക്ക്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില ബാങ്കുകൾ UPI ട്രാൻസാക്ഷന് ഒറ്റത്തവണ 1 ലക്ഷം അനുവദിക്കുന്നില്ല. അതിൻ്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഈ ലിസ്റ്റ് പ്രകാരം ബാങ്ക് ഓഫ് ബറോഡയിൽ ഒറ്റത്തവണ 25,000 രൂപ വരെ മാത്രമേ പറ്റുള്ളൂ. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 10,000 രൂപ, വിജയ ബാങ്കിൽ 25,000 രൂപ. ചില ബാങ്കുകൾ പരിധി ഇല്ല എന്ന് കാണിച്ചിട്ടുണ്ട് എത്ര തവണ അയക്കാം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബാങ്കിന്റെ എത്രയാണോ പരിധി എന്നുള്ളത് നിങ്ങൾ ബാങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി വെക്കുക. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചാലേ നിങ്ങൾക്ക് പണമിടപാട് നടത്തുമ്പോൾ വലിയ പ്രശ്നം വരില്ല. ഓക്കെ, നിങ്ങൾക്ക് ഈ വിഷയം പ്രയോജനകരമായി എന്ന് കരുതട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.